നമ്മള് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം യാത്ര എന്ന പാഷൻ അത് പിന്തുടർന്നുകൊണ്ട് കുറെ യാത്ര ചെയ്തു. അപ്പോൾ അതിനിടയിൽ കൂടെ അത് വിഷ്വലൈസ് ചെയ്യാൻ തോന്നി. അത് യൂട്യൂബിൽ ഇടാൻ തുടങ്ങി. വീണ്ടും അത് വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു. സാമ്പത്തികമായി പോലും ഒരർത്ഥത്തിൽ ഏറെ സ്വാതന്ത്ര്യം തരുന്നതായിട്ട് മാറിയല്ലോ. അതിന്റെ ബലത്തിൽ ആ അനുഭവങ്ങൾ വിളിച്ചിട്ട് പുസ്തകങ്ങൾ എഴുതുന്നു, അതിലൂടെ ജനങ്ങളോട് സംവദിക്കുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ? സത്യം പറയാൻ സന്തോഷമുണ്ട്. ഞാൻ എന്റെ രണ്ടാമത്തെ KLF ആണ്. കഴിഞ്ഞ തവണ ഞാൻ വന്നിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കിനും ശരിക്കും എനിക്ക് ഭയങ്കര ഒരു അപകർഷതാ ബോധമാണോ, ഞാൻ ഇവിടെ വരാൻ അർഹനാണോ എന്നുള്ളൊരു തോന്നലൊക്കെ കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാനൊരു പുസ്തകം എഴുതി, ആ പുസ്തകം KLF വെച്ച് പ്രകാശനം ചെയ്യാൻ സാധിച്ചു. അത് വലിയൊരു കോൺഫിഡൻസ് അല്ലേ? നിങ്ങളൊക്കെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ പുസ്തകങ്ങൾ അവിടെ ധാരാളം ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങളെ പോലുള്ള വലിയ വലിയ ആളുകളുടെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുടെ പുസ്തകവും ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും അത് വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. നമ്മള് ഞാൻ ബ്ലോഗിങ്ങിലൂടെയാണ് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. ബ്ലോഗ് എഴുതുമായിരുന്നു, അതിനുശേഷം വീഡിയോയിലേക്ക് മാറി, യൂട്യൂബിന്റെ സാധ്യതകളൊക്കെ മുന്നിൽ കണ്ട് വീഡിയോസ് തുടങ്ങി, ട്രാവൽ വീഡിയോസ് തുടങ്ങി. പിന്നീട് വീണ്ടും എഴുതണം എന്നുള്ളൊരു മോഹത്തില് ഒരു പുസ്തകം, അത് ആദ്യമായിട്ട് എഴുതുന്നതാണ്, അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, പക്ഷെ എന്നിരുന്നാലും എന്റേതായ രീതിയിൽ ഒരെണ്ണം എഴുതി. അത് DC ബുക്സ് തന്നെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി വന്നു. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും അത് വലിയൊരു എന്താ പറയാ ഹാപ്പിനെസ് ആണ്. അപ്പൊ ഇങ്ങനൊരു യാത്ര പോകുമ്പോ അതിന്റെ കോണ്ടന്റ്, നമ്മൾ കാണുന്ന സാധനത്തെ കുറിച്ചുള്ള അനുഭവം നാളെ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ബോധ്യത്തോടെയാണ് ഇത് കാണുന്നത്, അതോ കണ്ട ശേഷം ഉണ്ടായ അനുഭവങ്ങളെ പിന്നെ പകർത്തുകയാണ്? കണ്ട ശേഷം അതിന് ആ ഒരു അനുഭവത്തെ പിന്നീട് ചെയ്യുകയാണ്. കാരണം ഞാന് വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മളൊരു വ്യക്തമായിട്ട് എനിക്ക് ഇന്ന സംഭവം വേണം എന്നും പറഞ്ഞുകൊണ്ട് പോയല്ല എടുക്കുന്നത്. അസ് ഇറ്റ് ഈസ് നമ്മൾ യാത്രകൾക്കിടയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് കൂടുതലായിട്ടും എടുക്കുന്നത്. പിന്നെ ചില സ്ഥലങ്ങളുണ്ടാവും, നമ്മൾ ഒരു നഗരത്തിൽ ഇപ്പൊ പാരീസിൽ പോയ ഐഫൽ ടവർ കാണണമല്ലോ. അപ്പൊ അങ്ങനെ നിർബന്ധമായും പോയ സ്ഥലങ്ങൾ ഞാൻ പോയി കാണും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്, നമ്മുടെ യാത്രയിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്. അത് നമ്മളെ തേടി ഇങ്ങോട്ട് വരണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ അതിനെ തേടി പോകരുത്. അതിനെ തേടി പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടൂല. ചില അനുഭവങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അതിന്റെ ഒരു എസൻസ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന അനുഭവങ്ങൾ ശരിക്കും നമുക്ക് ചില സമയത്ത് നല്ലത് സമ്മാനിക്കും, ചില സമയത്ത് നമുക്കത് മോശമായിട്ട് മാറും. അപ്പൊ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വല്ലാത്തൊരു കഥയുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് കയറി വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ നട്ടം തിരിച്ച എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു? പിന്നെ തീർച്ചയായും ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാന് ഹിച്ച് ഹൈക്കിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഈ ഒരു യാത്രയിൽ. കസാഖിസ്ഥാനിൽ വെച്ചിട്ട് വെറുതെ ചെറിയ ദൂരമല്ല, 1000 കിലോമീറ്റർ ഹിച്ച് ഹൈക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം 2 ദിവസം കൊണ്ട് ഹിച്ച് ഹൈക്ക് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് ഹിച്ച് ഹൈക്ക് ചെയ്തു. ശരിക്കും അത് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഹിച്ച് ഹൈക്ക് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ അതൊരു കഷ്ടപ്പാടാണ്. ഇപ്പൊ നമുക്ക് ഒരു ബസ്സിലോ ട്രെയിനിലോ ടാക്സി വിളിച്ച് പോകാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ ഹിച്ച് ഹൈക്ക് ചെയ്യുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രാവൽ ചെയ്യുമ്പം, ആ ഹിച്ച് ഹൈക്ക് ചെയ്യുമ്പം നമ്മളെ മീറ്റ് ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ആരാണ് വണ്ടി നിർത്തുന്നതെന്ന് പോലും നമുക്കറിയില്ല. അയാൾ ഒരു കള്ളനാണോ, കൊലപാതകയാണോ, പീഡകനാണോ, നല്ല മനുഷ്യനാണോ, മോശം മനുഷ്യനാണോ, ഒന്നും നമുക്കറിയില്ല. നമ്മൾ ഓരോ വണ്ടി കൈ കാണിക്കുന്നു, റാൻഡം ആയിട്ട് ആരെങ്കിലും നിർത്തുന്നു, നമ്മൾ അവരോട് കയറുന്നു, അവരോട് പോകുന്നു. ചിലപ്പം പല എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവും. ഒരു കഴുതേനെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിൽ ഞാൻ ട്രാവൽ ചെയ്തു, ഒരു ട്രക്കിൽ ട്രാവൽ ചെയ്തു, പല കാറുകളിൽ ട്രാവൽ ചെയ്തു. അപ്പം പല ആളുകളാണ്, ഭാഷ പോലും അറിയില്ല. അപ്പൊ നമ്മൾ ഭാഷ അറിയാതെ പോലും അവരോട് നമ്മൾ സംവദിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം അല്ലേ? പിന്നെ ഈ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തു, ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തു. നമ്മുടെ നാടിനകത്തുള്ള യാത്രകളും പുറത്തുള്ള യാത്രകളും എന്ത് വ്യത്യാസം? അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം, ഭാഷയുടെ ഒരു പ്രശ്നം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സുരക്ഷിതത്വം കൂടുതലൂടെ ഫീൽ ചെയ്തിരുന്നു, അതോ എല്ലാവരും പോലെയാണ്? ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലൊക്കെ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ എവിടെ ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മേ ബി ഞാൻ അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള കൺട്രീസ് അവോയ്ഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പം സുരക്ഷിതമായിട്ടുള്ള സുരക്ഷ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ പോകാത്തതുകൊണ്ടായിരിക്കാം ഇതുവരെ ഞാൻ യാത്ര ചെയ്ത രാജ്യങ്ങളിൽ എനിക്ക് അങ്ങനെ വലിയ ഒരു സേഫ്റ്റി ഹസാർഡൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ യാത്രയെ കുറിച്ചുള്ള എഴുത്ത് വിരസമായി പോകാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ കണ്ടത് മാത്രം എഴുതുകയാണെങ്കിൽ വിരസത വരും. ഇപ്പൊ എങ്ങനെയാണെങ്കിലും സർഗ പ്രക്രിയ എന്താ നടക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാല് എന്റെ ഈ പുസ്തകം ആളുകൾ വായിച്ച് അതിന്റെ ഒരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ, ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതെനിക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. ഞാന് യാത്രകളില് എന്റെ പുസ്തകത്തിൽ ഞാൻ ഇന്ത്യയിലുള്ള യാത്രയാണ് പ്രധാനമായിട്ടും. പക്ഷെ അതിനകത്ത്
ഞാൻ പോയ സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ അജന്ത എല്ലോറ കാണാൻ പോയപ്പോൾ ഞാൻ അജന്ത എല്ലോറയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അല്ലാതെ അജന്ത എല്ലോറയുടെ ചരിത്രമോ അതിന്റെ കാര്യങ്ങൾ അത് ഞാൻ പറയണ്ട, ഓൾറെഡി എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അത് വേറെ വായിക്കാം. അത് ഞാൻ കൂടുതൽ അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. എന്റെ യാത്രകളിൽ ഞാൻ നേരിട്ടതും ഞാൻ കണ്ടതുമായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ബേസിക്കലി ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. നാട്ടുകാർ നോക്കുമ്പോ സുജിത് ഭക്തൻ എന്ന് പറയുന്ന വ്യക്തി, നിന്നെ ഞാനൊരു 5 വർഷം മുന്നേ കണ്ടപ്പോ നീ ഇങ്ങനെ ഇപ്പൊ 3 കോടിയുടെ ഫ്ലാറ്റ് മറിച്ച് നിങ്ങളെ പറ്റി പ്രചരിക്കുന്ന കഥകൾക്ക് അവസാനമില്ല. നിങ്ങൾ സെലിബ്രിറ്റിയാണ്. അപ്പോ ആ ഒരു ഗ്രോത്ത് പാറ്റേൺ ആരെയും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ അസൂയപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പൊ ഇതും കണ്ട് നാളെ കുട്ടികൾ ഇറങ്ങുന്നു, സുജിത് ഭക്തനെ പോലെ ട്രാവലോഗ് ചെയ്ത് അതേപോലെ പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും മേഖലയുണ്ട്, അവരവരുടേതായിട്ടുള്ള മേഖലകളുണ്ട്. ആ മേഖലയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സക്സസ് ഉണ്ടാവും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ബാബു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി. നിങ്ങൾ ഇത്രയും വർഷം ഏഷ്യാനെറ്റിൽ അവരുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ചിട്ടക്കൂടുകളിൽ ഒതുങ്ങിക്കൂടി നിങ്ങൾ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സ്വതന്ത്രമായ ഒരു പക്ഷിയെ പോലെ ഇറങ്ങി ഇപ്പൊ നിങ്ങൾ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾ ഇനി വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചമുള്ളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ മെച്ചമുള്ളൂ. യൂട്യൂബിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ പുറത്തിറങ്ങിയത്. അപ്പൊ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വലിയൊരു നമ്മുടെ മുമ്പിൽ കിടക്കുന്ന പോലെ ഒരു വലിയൊരു കടലാണ്. ഈ കടലില് മീൻ പിടിക്കാൻ അറിയാവുന്നവന് ചാകരയാണ് ഇഷ്ടമുള്ളത് കിട്ടും. മീൻ പിടിക്കാൻ അറിയാവുന്നവന് അവന് നല്ല രീതിയിൽ മീൻ കിട്ടും, അത് അവന് കൊണ്ടുപോകും. അറിയാത്ത ആൾക്കാര് ഒന്നും പറയാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് മീൻ പിടിക്കാനും അറിയാം, നിങ്ങൾ നല്ലൊരു മുക്കുവനുമാണ്, നിങ്ങൾ നല്ലൊരു എന്താ പറയാ എല്ലാമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. യു ഹാവ് എവറിത്തിങ്, സോ ജസ്റ്റ് ഡു ഇറ്റ്, യു വിൽ ഗെറ്റ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മൾ അവസാനിപ്പിക്കുക. അതായത് ഒരു സുജിത് ഭക്തനോ അല്ലെങ്കിൽ ഒരു ബാബു രാമചന്ദ്രനോ അവസാനിക്കുന്ന ഒരു ലോകമല്ല ഈ യൂട്യൂബിന്റെ. എത്രയോ പേർക്ക് ഇനിയും അതിനൊരു ലിമിറ്റ് ഇല്ല എന്ന് തോന്നുന്നില്ല. എത്ര പേർക്ക് വേണമെങ്കിലും അത് അത്രയും വലിയൊരു പിന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയും ഒരു ടൗണിൽ 4 ഹോട്ടൽ തുടങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ 5ാമത് ഹോട്ടൽ തുടങ്ങിയാൽ ഇതിന്റെ വരുമാനത്തിലേക്ക് ഈറ്റപ്പ് ആവും എന്ന് പറയും. പക്ഷെ യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ആരുടെയും വരുമാനത്തിലേക്ക് ആരും ഈറ്റപ്പ് ആവുന്നില്ല, ഒരിക്കലും ഇല്ല. അതൊരു വാസ്റ്റ് ആയിട്ടുള്ള. ഈവൻ ഹോട്ടലാണെങ്കിൽ പോലും എന്താണ്, ഇപ്പോ നല്ല കച്ചവടമുള്ള ഒരു 3-4 ഹോട്ടൽ അടുത്തടുത്തുണ്ടെങ്കിൽ എല്ലാവർക്കും കച്ചവടമല്ലേ വരിക. അപ്പൊ അങ്ങനെയല്ലേ അതൊരു ഫുഡ് സ്ട്രീറ്റ് ആയി മാറുന്നത്. അപ്പൊ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വരും, കൂടുതൽ കച്ചവടം വരും. അപ്പൊ കൂടുതൽ ആളുകൾ ഇനിയും വ്ളോഗിംഗ് ആയാലും കഥ പറച്ചിലായാലും വരട്ടെ, അതിൽ നിന്ന് സാഹിത്യം ഉണ്ടാവട്ടെ, അത് DC-യുടെ KLF പോലുള്ള സാധനങ്ങൾ വരട്ടെ, ആളുകൾ വായിക്കട്ടെ, അനുഭവങ്ങൾ വീണ്ടും ആസ്വദിക്കട്ടെ. അതെ, താങ്ക് യു. നൈസ് ടു മീറ്റ് യു മാൻ. താങ്ക് യു.